ജീവനോട് ആദ്യമായിട്ടാണ് കാണുന്നത്. സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയും. ജീവനോട് ഉള്ള പ്രത്യക്ഷപ്പെടലിന് ഒരുപാട് പ്രസക്തിയുണ്ട് ഇന്നത്തെ ഈ യുഗത്തിൽ. സിനിമയിൽ കഥാപാത്രങ്ങൾ വന്ന് നൽകുന്ന സന്ദേശങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ അനേകം സന്ദേശങ്ങൾ നൽകി സ്വീകരിച്ചൊരു സ്ഥാനത്ത് എത്തിയ കലാകാരന് സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് ഇപ്പം മാറാട് പോലെയും പാനൂര് പോലെയുമുള്ള കണ്ണൂർ പ്രദേശത്തെ വളരെ കലുഷമായ അന്തരീക്ഷത്തിൽ കലാകാരന്മാർക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപക്ഷെ നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെക്കാൾ വളരെ പ്രസക്തമായ ഒരു സാന്നിധ്യം നൽകാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നതിന് ഒരുപാട് വിലക്കുകളുണ്ട്. അപ്പോൾ ഇതിന്റെ സംഘാടകർ വന്ന ആദ്യം ഈ പരിപാടിയെക്കുറിച്ച് ഒരു ഡേറ്റ് തീരുമാനിക്കുന്നതിന് തന്നെ ഒരു കാലതാമസം ഞാൻ വരുത്തിയിട്ടുണ്ട്. ബാബയുടെ കാര്യമായതുകൊണ്ടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഞാനിന്ന് ജീവനോട് നിലനിൽക്കുന്നതിന് തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു ദിവ്യ കാരണം ബാബയാണ്. ഉഷമായിക്കും കൊല്ലത്തെ സത്യസായി സേവാസംഘം, ആ സംഘത്തിലുള്ള എല്ലാവർക്കും അറിയാം ആ കഥകളൊക്കെ. നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ബാലകൃഷ്ണപിള്ളയുടെയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും ഒരു തലോടലാണ് എനിക്ക് ഒരുപക്ഷെ ബാബയുടെ തലോടലായി തോന്നിയത്. എന്നെ ഇന്ന് ഒരു ആത്മഹത്യയിൽ നിന്ന് വഴിതിരിച്ച് സഞ്ചരിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതും അദ്ദേഹം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് പിന്നോക്കം മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് നല്ല വൈകാരിക ഉണ്ടായിട്ടും ഞാൻ ഈ പരിപാടിക്ക് ഇവിടെ കൂടിയെത്തിയത്. കൊല്ലത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരു സായി ഭക്തനല്ല. അതിന് കാരണം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് പെട്ട് നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് സിനിമയിൽ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, നമുക്ക് സിനിമയിൽ അങ്ങനെ കലാകാരന്മാർ വളരെ കുറവാണ്. സായിയെ മനസ്സിൽ ധ്യാനിക്കുന്നു. എനിക്കറിയാം ഒരുപാട് നടികളാണ് കൂടുതലും അഭിനയിച്ചൊരു മുഹൂർത്തം ഫലിപ്പിക്കാൻ കഴിയുന്നതിലുള്ള ഒരു കൃതാർത്ഥത, ഒരു കൃതജ്ഞത പെട്ടെന്നൊന്നും നെഞ്ചത്തേട്ട് സായി എന്ന് പറയുന്നത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ലളിത ചേച്ചിയും സുമാരി ചേച്ചിയൊക്കെ അതിന്റെ മുൻനിരക്കാരാണ്. അപ്പോ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ സായി നാമം എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഇടതോരാതെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നാമമാണ്. സായി എല്ലാവരെയും, വിശ്വാസികളെ മാത്രമല്ല, ഞാൻ സഖാവ് അച്യുതാനന്ദന്റെ ഒരു നില വളരെ പരിതാപകരമായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കോട്ടയം സമ്മേളനം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമല്ല. എങ്കിലും പലപ്പോഴും ഇത് കമ്മ്യൂണിസ്റ്റുകാരോട് മുഴുവൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലെ തന്നെ നിരീശ്വരവാദികളോട് മുഴുവൻ പറയാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കോട്ടയം സമ്മേളനം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മലയാള മനോരമയിൽ വന്ന ഒരു തലക്കെട്ട്, VS എന്ന് പറഞ്ഞിട്ട് അരിവാളിനെ തിരിച്ച് ചോദ്യചിഹ്നമാക്കി ഒരു കുത്തിട്ട് ചുമന്ന തലക്കെട്ട്. ഭയങ്കര വേദന തോന്നും. കാരണം VS എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ ഒരു തലമുറയില്ല അദ്ദേഹത്തിന് ശേഷം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അപ്പൊ അല്പം വേദനയോടെ അദ്ദേഹത്തെ വിളിച്ച് ഒരു 10 മിനിറ്റ് സംസാരത്തിന്റെ ഒടുവിൽ വളരെ വിഷമാവസ്ഥയിലുള്ള ഒരു സഖാവിനെയാണ് എനിക്ക് സംസാരത്തിൽ അന്ന് ഷെയർ ചെയ്യാൻ കിട്ടിയത്. സംസാരത്തിന്റെ അവസാനം ഞാൻ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാൻ എന്തായാലും ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ
നമുക്ക് വേദനയുണ്ടാക്കുന്ന ഒരു തീരുമാനങ്ങളും ഉണ്ടാവരുതേ എന്ന് ഞാൻ എന്റെ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം. പക്ഷേ ദൈവത്തിനൊരു കുഴപ്പമുണ്ട്. ദൈവം അങ്ങനെ മുകളിലിരുന്ന് നോക്കുമ്പോ ഇത് കമ്മ്യൂണിസ്റ്റുകാരിലെ അവിശ്വാസികൾ, നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞൊരു നോട്ടമില്ല. ദൈവത്തിന് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളിൽ നേർമയുണ്ടോ, സത്യമുണ്ടോ, കാക്കും. അതിന് എത്ര വലിയ നിരീശ്വരവാദിയായാലും ദൈവത്തിന്റെ ചുമതല അതാണ്, മഹാമനസ്കത അതാണ്. ആ ദൈവം എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ സായിബാബയെ കാണുന്നു. കാരണം ഒരു കാലത്ത് സായിബാബയെ ഒരുപാട് തള്ളി പറഞ്ഞിട്ടുള്ള SFI എന്ന് പറയുന്ന സംഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ അച്ഛന്റെ ഫിലിം കമ്പനിയിൽ ജോലിയെടുത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സായിബാബയുടെ പടം പേഴ്സിലിട്ട് നടന്നിരുന്നു. ഞാൻ അവരെയൊക്കെ കളിയാക്കുമായിരുന്നു. ഇതൊരു പൂച്ചാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കുമായിരുന്നു. അപ്പോഴൊക്കെ അവര് പറയും, വീട്ടിലെത്തുന്നതിന് മുമ്പേ ഒന്ന് അടിവസ്ത്രം തപ്പി നോക്കിയ മൂത്രം ഒഴിച്ചിരിക്കും, ഒഴിപ്പിക്കും ബാബ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ പുച്ഛത്തോടെയാണ് തള്ളിയിട്ടുള്ളത്. ജീവിതത്തിൽ വളരെ നമ്മുടെ പരിധിയിലില്ല. നമുക്കൊരു കടിഞ്ഞാൺ വലിക്കാനില്ല. വലിച്ചാൽ തന്നെ കടിഞ്ഞാണിന്റെ അറ്റത്ത് ഒന്ന് കൺട്രോളിൽ നിർത്താവുന്ന കുതിരകളില്ല എന്ന് പറയുന്ന ഒരു പാച്ചിൽ. സത്യത്തിൽ ബാബയുടെ കയ്യിൽ നിന്ന് ഗണേശന്റെ അമ്മയ്ക്ക് കിട്ടിയ ഭസ്മം എന്റെ നാവിലേക്ക് എടുത്തു വെച്ച് തന്ന സമയത്തുണ്ടായ ഒരു വൈബ്രേഷൻ 2005 ഫെബ്രുവരി മാസം. അന്ന് മോഹൻ സാറും ഉഷമായിയും ഒക്കെ അവിടെ പുട്ടപ്പുറത്തിയിലുണ്ട്. ഫെബ്രുവരി 11 വൈകുന്നേരമാണ് ആദ്യമായിട്ട് ഞാൻ സായിബാബയെ ജീവനോടെ കാണുന്നത്. അതുവരെ ടിവിയിലേ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്കൊന്നും തോന്നിയില്ല. ആരവം അടിക്കടി അദ്ദേഹത്തിന്റെ ഓരോ ചേഷ്ടയ്ക്കും, അദ്ദേഹത്തിന്റെ വിരലിന്റെ ഓരോ അനക്കത്തിനും ആരവം മുഴക്കുന്ന ഒരു വലിയ പന്തല് മാത്രമാണ് ഞാൻ കണ്ടത്. എന്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അടുത്ത ദിവസം കാലത്താണ് എനിക്ക് മനസ്സിലായത്. ഒരു ബാബ ഒന്ന് അടുത്തൂടെ പോയപ്പോഴേക്കും അദ്ദേഹത്തേക്ക് ഒരു പുതിയ ഉണർവിന്റെ ഒരു ഷോക്കാണ് കയറിയെന്ന് എനിക്ക് തോന്നി. ആ നിമിഷം മുതൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ബാബ ഒരുപാട് പേരുടെ മനസ്സിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ കൊല്ലത്തുള്ള ഉഷമായി അടക്കമുള്ള ബന്ധുക്കളുടെ